എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പം ഞാനുൾപ്പെടെ എല്ലാവരും തന്നെ പെട്ടെന്ന് ഉണർന്നു വരുമ്പോൾ തന്നെ സന്തോഷകരമായൊരു കാര്യം ആലോചിച്ചിട്ട് ഉണരണമെന്നൊക്കെ വിചാരിച്ചാലും നമുക്ക് നടക്കില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ മൈൻഡ് നമുക്ക് ബാഡായിട്ടുള്ള അതങ്ങനെയാണ്. മനസ്സെന്ന് മാത്രമല്ല, അത് ഒരു പ്രകൃതി നിയമമാണ്. നമ്മളെപ്പോഴും ദുഃഖങ്ങളാണ് നമ്മളെ കൂടുതൽ നമ്മളെ ആലോചിപ്പിക്കുകയും നമ്മുടെ വിഷ്വലായിട്ട് കാണുകയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ ഓവർകം ചെയ്തിട്ട് നല്ലൊരു നമുക്ക് ചിരി തന്ന അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തന്ന ഒരു വിഷ്വൽ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ണടച്ചിരുന്നുകൊണ്ട് ആ വിഷ്വലിലേക്ക് മനസ്സുകൊണ്ടോടും. മനസ്സെന്ന് പറയുന്നത് ക്ഷണനേരം എത്രയാണ് അതിൻ്റെ പാസ്റ്റ് എന്ന് ആർക്കും നിശ്ചയമില്ല. അത്ര പാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ക്ഷണനേരം കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സന്തോഷത്തെ അവിടെ കാണുക. പിന്നീടെന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ദിവസം ഉണർന്ന് വന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഒക്കെ തന്നെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതുണ്ടല്ലോ. നമ്മുടെ മനസ്സ് എപ്പോഴും ആരെങ്കിലും കുറിച്ചൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരുടെ ബാഡ് വശമായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിൽ പറയുകയാണ്, അവർ പറഞ്ഞത്ര ശരിയല്ല, അവരത്ര കൊള്ളാത്തവരാണോ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മറ്റൊരു പറഞ്ഞത് ശരിയാണോ. അപ്പോൾ അത് ആദ്യം കേൾക്കുന്നത് നമ്മുടെ ചെവിയാണ്. നമ്മുടെ ചെവി ഈ രാവിലെ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രഭാതത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതങ്ങട്ട് സ്റ്റോറാക്കി വയ്ക്കും. അതാണ് പിന്നീട് നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ മനസ്സിലും വരുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ്. ആരുടെയെങ്കിലും നെഗറ്റീവ്സ് ഓർക്കുകയോ ആരെങ്കിലുമായി പറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ, ആ കാതുകൾ അത് മനസ്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അന്നത്തെ ദിവസം പോക്കായി. അതുകൊണ്ട് മനസ്സെന്ന ആ ഒരു മിന്നലിന്, മനസ്സിൽ ഒരു മിന്നലായിട്ടാണ് നമ്മുടെ ഈ ഓരോ ഓർമ്മകളും വിഷ്വലും ഒക്കെ വരുന്നത്. അപ്പോൾ ആ മിന്നലുകളെ നല്ല പോസിറ്റീവ് മാത്രം കണ്ടും നല്ല കാര്യങ്ങൾ, ചിരിപ്പിച്ച കാര്യങ്ങൾ ഓർത്തും ഒരു ദിവസം ഉണരുകയാണെങ്കിൽ അന്ന് മുഴുവൻ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ശരിയാണ് ഈ പറഞ്ഞതെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കൊക്കെ അടിച്ചിട്ട് പോകണം കേട്ടോ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ദിവസം എന്ന് പറയുന്ന ആ ദിവസത്തെ ആ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്ന് വന്ന് മനസ്സിൽ എന്താണ് കൊടുക്കുന്നത് അതാണ് നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ തിരിച്ചു കിട്ടുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക.